നമസ്കാരം. ആസ്ട്രോമണിയിലേക്കു സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമ്പലത്തിൽ പൊങ്കാല അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ ചടങ്ങല്ല, സാക്ഷാൽ ഭഗവതിക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ്. ഈ മഹാകർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ചിട്ടകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് നോക്കാം. പൊങ്കാല സമർപ്പണം എന്നത് കേവലം ഒരു വഴിപാടോ ഉത്സവമോ അല്ല, അത് മാതൃദൈവമായ ഭഗവതിക്ക് മുന്നിൽ സ്ത്രീശക്തി അർപ്പിക്കുന്ന ഒരു മഹായാഗമാണ്. പൊങ്കാല എന്ന വാക്ക് പൊൻകാലം എന്നതിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലം കൊണ്ടുവരുന്ന ചടങ്ങ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ കുംഭമാസത്തിലെ പൗർണമി നാളും പൂരം നക്ഷത്രവും ചേരുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. സൂര്യൻ ഉത്തരായനത്തിൽ സഞ്ചരിക്കുന്ന ഈ പുണ്യകാലം ഊർജ്ജസ്വലതയും വളർച്ചയും സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് അഗ്നിയെ സാക്ഷിയാക്കി ഭഗവതിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭക്തന്റെ എല്ലാ ദുരിതങ്ങളെയും ദോഷങ്ങളെയും നീക്കി ജീവിതത്തിൽ സുവർണകാലം കൊണ്ടുവരാൻ സഹായിക്കും. ഓരോ ഭക്തയും ഈ യാഗത്തിൽ പങ്കെടുക്കുന്നത് തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയെ ലക്ഷ്യമാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ കർമ്മം നിർവഹിക്കുമ്പോൾ ഓരോ ചുവടിലും ശുദ്ധിയും ശ്രദ്ധയും ഭക്തിയും അനിവാര്യമാണ്. പൊങ്കാലയിടുന്ന സ്ഥലം, അടുപ്പ്, പാത്രങ്ങൾ, ചേരുവകൾ തുടങ്ങി എല്ലാറ്റിനും അതിൻ്റേതായ പവിത്രതയുണ്ട്. ഈ ചിട്ടകൾ പാലിച്ചാൽ മാത്രമേ വഴിപാട് പൂർണ്ണഫലം നൽകുകയുള്ളൂ. ആന്തരിക ശുദ്ധിയാണ് ആദ്യ ചിട്ട. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആന്തരിക ശുദ്ധിയാണ്. ശരീരം വൃത്തിയാക്കുന്നതിനേക്കാൾ പ്രധാനം മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. പൊങ്കാലയുടെ തലേദിവസം മുതൽ തന്നെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കണം. പൊങ്കാല ദിവസം അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഏകദേശം പുലർച്ചെ 3 മുതൽ 5 വരെ ഉണരുകയും തണുത്ത വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയാവുകയും വേണം. കുളിക്കുമ്പോൾ മനസ്സിൽ ദേവീനാമങ്ങൾ ജപിക്കുന്നത് ശരീരത്തിനും മനസ്സിനും പവിത്രത നൽകും. അതിനുശേഷം ലളിതവും ശുദ്ധവുമായ വസ്ത്രം ധരിക്കുക. ചുവപ്പ്, മഞ്ഞ, വെള്ള തുടങ്ങിയ ശുഭകരമായ നിറങ്ങളാണ് അഭികാമ്യം. കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. പൊങ്കാലയിടാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എല്ലാ വിദ്വേഷങ്ങളെയും ദുഃഖങ്ങളെയും ഉപേക്ഷിച്ച് സർവ്വജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിശാല മനസ്സ് വളർത്തണം. കാരണം ഭഗവതി എല്ലാവരുടെയും അമ്മയാണ്. ഏതൊരു കർമ്മം തുടങ്ങും മുൻപും നമ്മൾ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തണം. അതുകൊണ്ട് അടുപ്പിൽ തീ പകരുന്നതിന് മുൻപ് ഗണപതിയെ ധ്യാനിക്കുന്നത് കർമ്മത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ സഹായിക്കും. ഈ സമയത്താണ് നമ്മൾ അടുപ്പ് കൂട്ടേണ്ട സ്ഥലവും പാത്രങ്ങളും ശുദ്ധീകരിച്ച് തയ്യാറാക്കുന്നത്. സ്ഥലവും പാത്രങ്ങളും തുടച്ചു വൃത്തിയാക്കി അരിമാവ് കൊണ്ട് കോലമിട്ട് അലങ്കരിക്കുന്നത് ചടങ്ങിന് കൂടുതൽ പവിത്രത നൽകും. അടുപ്പുവെട്ടും അഗ്നിയും. പൊങ്കാല അടുപ്പ് എന്നത് വെറും പാചകത്തിനുള്ള ഒരിടമല്ല, അത് അഗ്നിദേവനെ ആവാഹിക്കുന്ന യാഗശാലയാണ്. അടുപ്പ് കൂട്ടാൻ പുതിയ ഇഷ്ടികകളോ അല്ലെങ്കിൽ ശുദ്ധീകരിച്ച കല്ലുകളോ ഉപയോഗിക്കണം. 3 കല്ലുകൾ വെച്ച് അടുപ്പ് കൂട്ടുന്നത് ത്രിമൂർത്തികളെ അല്ലെങ്കിൽ ത്രിശക്തികളെ പ്രതിനിധീകരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. അടുപ്പ് വെക്കുമ്പോൾ ഭൂമി ദേവിയോട് അനുവാദം ചോദിക്കുന്ന ഒരു ഭാവം മനസ്സിൽ ഉണ്ടാകണം. അടുപ്പിൽ തീ പകരേണ്ടത് ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ മേൽശാന്തി തീ തെളിയിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള ആ ദിവ്യമായ അഗ്നി നിങ്ങളുടെ അടുപ്പുകളിലേക്ക് പടരുമ്പോഴാണ് പൊങ്കാല ചടങ്ങിന് തുടക്കമാകുന്നത്. തീ പകരുന്നത് ദീപത്തിൽ നിന്ന് കൈവിളക്കിലേക്കും തുടർന്ന് കൈവിളക്കിൽ നിന്ന് അടുപ്പിലെ വിറകിലേക്കുമാകണം. പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുമ്പോൾ ഏത് വസ്തുവാണ് ഉപയോഗിക്കേണ്ടത് എന്നതിൽ പലർക്കും സംശയമുണ്ടാകാം. നിവേദ്യം പാകം ചെയ്യാനായി ഏറ്റവും ഉത്തമം വിറക് തന്നെയാണ്. പരമ്പരാഗതമായി പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ ഉണങ്ങിയ വിറകുകളാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. വിറകാണ് അഗ്നിക്ക് സ്ഥിരതയും നിവേദ്യത്തിന് പവിത്രതയും കലം കവിഞ്ഞ് തൂവാനുള്ള താപനിലയും കൃത്യമായി നൽകുന്നത്. എന്നാൽ അടുപ്പിൽ തീ കത്തിച്ചു തുടങ്ങാൻ വേഗതയ്ക്കും സൗകര്യത്തിനുമായി ചൂട്ടോ തെങ്ങോലയുടെ കൊതുമ്പുകളോ ഉപയോഗിക്കാം. തീ കത്തിച്ച് വിറക് നന്നായി ജ്വലിച്ചു കഴിഞ്ഞാൽ കൊതുമ്പുകൾ നീക്കം ചെയ്യണം. ഈ അഗ്നി സാക്ഷിയായാണ് ഭഗവതി നിങ്ങളുടെ നിവേദ്യം സ്വീകരിക്കുന്നത് എന്നതിനാൽ മണ്ണെണ്ണ പോലുള്ള അശുദ്ധമായ ഇന്ധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അഗ്നി ജ്വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ ദേവീ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങണം. ഈ സമയം മുതൽ നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുന്ന നിമിഷം വരെ മനസ്സും വാക്കും കർമ്മവും ഭഗവതിയിൽ അർപ്പിക്കണം. തീയുടെ കനൽ കൂടുതൽ നേരം നീണ്ടുനിൽക്കുന്ന വിറകുകൾ ഉപയോഗിക്കുന്നത് നിവേദ്യം നന്നായി വേവാനും സഹായിക്കും. പൊങ്കാല നിവേദ്യത്തിനുള്ള ചേരുവകൾ തിരഞ്ഞെടുക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണം. പ്രധാനമായും ഉണക്കലരി, ശർക്കര, തേങ്ങ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ ആത്മീയ പ്രാധാന്യമുണ്ട്. അരി നമ്മുടെ ജീവിതത്തെയും അന്നത്തെയും സൂചിപ്പിക്കുന്നു. ശർക്കര ജീവിതത്തിലെ മധുരത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ഈ ചേരുവകൾ ശുദ്ധമായ പാത്രത്തിൽ ഒരുമിച്ച് ചേർത്ത് വേവിക്കുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും മധുരമാക്കി മാറ്റാനുള്ള ഭക്തിയുടെ പ്രാർത്ഥനയാവണം. പാചകം ചെയ്യുമ്പോൾ അടുപ്പിനടുത്ത് നിന്ന് മാറാതെ ഭക്തിയോടെ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം അരി തിളച്ച് കലം കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന നിമിഷമാണ്. ഈ സമയം നിങ്ങൾ അത്യധികം സന്തോഷിക്കുകയും ആർത്തുവിളിക്കുകയും വേണം. കലം കവിഞ്ഞ് ഒഴുകുന്നത് ഐശ്വര്യത്തിന്റെ പ്രവാഹമാണ്. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോയി ജീവിതത്തിൽ സമൃദ്ധിയും സൗഭാഗ്യവും നിറയുന്നു എന്നതിന്റെ സൂചനയാണ് പൊങ്കാല.
ഈ ശുഭമുഹൂർത്തം കണ്ടാൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതി സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. പായസം കൂടാതെ വെള്ള പൊങ്കാല, തെരളിയപ്പം, മണ്ടപ്പുത്ത് തുടങ്ങിയ മറ്റ് നിവേദ്യങ്ങളും ഭക്തർ അവരുടെ നേർച്ചകൾക്കനുസരിച്ച് തയ്യാറാക്കാറുണ്ട്. ഏത് വിഭവമായാലും അതിൽ കലർത്തേണ്ടത് ശുദ്ധമായ ഭക്തിയാണ്. തീർത്ഥം തളിക്കലും സമർപ്പണവും. നിവേദ്യം പാകമായി കഴിഞ്ഞാൽ അത് ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ക്ഷേത്രത്തിൽ നിന്നും പൂജാരികൾ നിശ്ചിത സമയത്ത് തീർത്ഥം തളിക്കുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ പൊങ്കാലയിൽ തീർത്ഥജലം തളിക്കുന്നതോടെയാണ് ചടങ്ങ് പൂർണ്ണമാകുന്നത്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ ലോകത്തെവിടെയിരുന്നാലും ഈ ആചാരം പാലിക്കണം. അതിനായി ശുദ്ധമായ ജലം ഒരു കിണ്ടിയിലോ പാത്രത്തിലോ എടുത്ത് അതിൽ തുളസിയിലയിടുക. മനസ്സിൽ സപ്തനദികളെയും മറ്റു പുണ്യതീർത്ഥങ്ങളെയും ആവാഹിച്ച ശേഷം ക്ഷേത്രത്തിലെ നിവേദ്യ സമയത്ത് ഈ തീർത്ഥം തയ്യാറാക്കിയ പൊങ്കാലയിൽ തളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കണം. ഇതോടെ നിങ്ങളുടെ വഴിപാട് പൂർണ്ണമായി. ഈ സമയം ഭക്തിയോടെ കൈകൂപ്പി നിങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും അമ്മയോട് നേരിട്ട് പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഈ സമയത്ത് വലിയ ശക്തിയുണ്ടാകും. സമർപ്പണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രസാദം അടുത്തുള്ളവർക്ക് വിതരണം ചെയ്യണം. പൊങ്കാലയുടെ ഏറ്റവും വലിയ പുണ്യം പ്രസാദം പങ്കുവയ്ക്കുന്നതിലാണ്. എല്ലാവർക്കും നൽകിയ ശേഷമേ സ്വന്തമായി കഴിക്കാൻ പാടുള്ളൂ. സുരക്ഷാ മുൻകരുതലുകളും ഹരിതചിട്ടകളും. ഒരു പൗരൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിക്കുന്ന ഈ ചടങ്ങിൽ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. പൊതുവഴികൾ ഒഴിവാക്കുക. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പൊതുവഴികളിലോ റോഡുകളിലോ പൊങ്കാല അടുപ്പ് കൂട്ടരുത്. ക്ഷേത്രം അധികൃതരും ഭരണകൂടവും സൗകര്യപ്പെടുത്തിയ സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കുക. തീ അണയ്ക്കുക. നിവേദ്യം കഴിഞ്ഞാൽ അടുപ്പിലെ തീ പൂർണ്ണമായും അണഞ്ഞുവെന്ന് ഉറപ്പാക്കണം. ഒരു തരി കനൽ പോലും ബാക്കി വെച്ച് പോകരുത്. അത് വലിയ അഗ്നിബാധയ്ക്ക് കാരണമാകും. ഹരിതചിട്ടകൾ. ഗ്രീൻ പ്രോട്ടോകോൾ. പരിസ്ഥിതി സൗഹൃദപരമായ രീതികൾ കർശനമായി പാലിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലേറ്റുകൾ, പേപ്പർ പ്ലേറ്റുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രസാദം നൽകാനും വെള്ളം കുടിക്കാനും സ്റ്റീൽ പാത്രങ്ങളോ ഇലകളോ മാത്രം ഉപയോഗിക്കുക. മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയാതെ ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കണം. തിരക്കിനിടയിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുകയും വേണം. മാതൃദൈവ ആരാധനയുടെ മഹത്വം. പൊങ്കാല സമർപ്പണം എന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പോലുള്ള ക്ഷേത്രങ്ങളിലെ മാതൃദൈവ ആരാധനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ചടങ്ങ് സ്ത്രീകളുടെ കൂട്ടായ്മയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. ഈ ദിവസം ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനായി, അതായത് ഭഗവതിയുടെ അനുഗ്രഹത്തിനായി അടുപ്പ് കൂട്ടുന്നു. ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ്. ഭഗവതിക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടുതന്നെ പൊങ്കാലയിടുന്ന ഓരോ സ്ത്രീയും തന്റെ മാതൃഭാവത്തിന്റെയും ശക്തിയുടെയും പരമമായ രൂപത്തെയാണ് ആരാധിക്കുന്നത്. ഈ ഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയ അധ്യായങ്ങൾ തുറക്കട്ടെ. ഭഗവതിയുടെ അനുഗ്രഹം സദാ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.